കനകസിംഹാസനത്തിൽ കയറിയിരിക്കും ശുനകനോ വെറും ശുംഭനോ. കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു പാട്ടായിരുന്നു അത്. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. പല മുതിർന്നവരും സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകരായിട്ടുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, ഓർമ്മ പിശകുണ്ടെങ്കിൽ തിരുത്തണം. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ എന്ന് പറയുന്ന പാട്ട്, അതിൻ്റെ സംഗീതമൊന്നും എനിക്ക് പിടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടെക്സ്റ്റ് മാത്രം വായിച്ചത്. പണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് കോഴിക്കോട് REC റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇന്നത്തെ NIT, അവിടെ ശ്രീ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വച്ച് അവിടുത്തെ ചെറുപ്പക്കാർ പാടിയ പാട്ടായിരുന്നു എന്നാണ് കേൾവി. അതിനെ തുടർന്നാണ് ശ്രീ രാജൻ പീഡിപ്പിക്കപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും അടിയന്തരാവസ്ഥക്കാലം. എത്രത്തോളം ശരിയാണെന്നറിയില്ല, കേട്ടറിവാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. എന്തായാലും അത് പറയാൻ കാരണം, അവരവരുടെ കസേരകളിൽ ഇരിക്കുമ്പോൾ, കനകസിംഹാസനങ്ങളിൽ കയറിയിരിക്കുമ്പോൾ അവരവർ ചെയ്യേണ്ട ജോലി അവരവർ ചെയ്തില്ലെങ്കിൽ വേറെ പലരും അവിടെ കയറിയിരിക്കും. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം വളരെ ജനകീയനായി ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു, കസേരയിൽ ഇരിക്കില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? വഴിയെ പോയ ആരോ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്നു. ഒരു ഗുണപാഠം അതാണ്. നമുക്കൊരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണ് എന്ന ഒരു സ്ഥാനത്തിരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് കൃത്യമായും ആ ദൗത്യങ്ങൾ, ആ കടമകൾ നിർവഹിക്കണം, ആ ജോലികൾ ചെയ്യണം. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ജോലികൾ ചെയ്യും, നമ്മൾ അപ്രസക്തരായിത്തീരും. ഇവിടെ സർക്കാരിനോട് 100 തവണ ആവശ്യപ്പെട്ട്, ക്ഷമിക്കണം, ഈ വിഷയം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, ഇത് ദീർഘകാലത്തേക്ക് നമ്മുടെ ഭാവിയെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ്. കോഡും ഈ പോർട്ടിൻ്റെ പേരും ഭാവിയെ തന്നെ സ്വാധീനിക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. നമ്മളോട്, ഇവിടുത്തെ ഭരണാധികാരികളോട് 100 തവണ ആവശ്യപ്പെട്ടതാണ്, കോഡ് കറക്റ്റ് ചെയ്യണം, ശരിയായിട്ടുള്ള കോഡ് ആവശ്യപ്പെടണം, ശരിയായിട്ടുള്ള പേര്, ട്രിവാൻഡ്രം എന്നുള്ള പേര്, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്നുള്ള പേരാണ് വേണ്ടതെന്ന് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അത് കനകസിംഹാസനത്തിൽ ഇരിക്കുന്നവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ പലരും അത് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ അവരെ 2 പോർട്ടായിട്ട് അങ്ങ് തീരുമാനിച്ചു. കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള 2 പോർട്ടും 2 ആണെന്ന് അവർ തീരുമാനിച്ചു. അവർ നോട്ടിഫിക്കേഷൻ ഇറക്കുകയും ചെയ്തു. എന്തൊക്കെയാണ്? ഒന്ന് INTRV, അതാണ് പുതിയ പോർട്ട്. പഴയത് ഫിഷിംഗ് ഹാർബർ INVEZJ. നമ്മൾ ഈ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കണം. ആഗോളതലത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. കൃത്യമായി 2 വേർതിരിവുണ്ടായിരിക്കുന്നു. 2 പോർട്ടാണ്. വിഴിഞ്ഞം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഫിഷിംഗ് ഹാർബറാണ്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് പേരിനെ എതിർക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫിഷിംഗ് ഹാർബറാണ് വിഴിഞ്ഞം എന്നുള്ള പേരിൽ VEZJ, INVEZJ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. കണ്ടെയ്നർ ടെർമിനൽ വരുന്നത് INTRV. അങ്ങനെ 2ആയിട്ട് തന്നെയാണ് UN രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയുണ്ട് അതിൻ്റെ സബ് ഡിവിഷൻസ്. എവിടെയാണ്? ഏത് സംസ്ഥാനത്തുള്ള 2 കേരളമാണ്. സ്റ്റാറ്റസ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവർ സ്റ്റാറ്റസ് പറയുന്നത് 2ൻ്റെയും. ഒന്ന് അഡോപ്റ്റഡ് ബൈ ഇന്റർനാഷണൽ ഏജൻസി. കണ്ടെയ്നർ ടെർമിനൽ AI കാറ്റഗറിയാണ്. AI എന്ന് പറഞ്ഞാൽ അഡോപ്റ്റഡ് ബൈ ഇന്റർനാഷണൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ അന്തർദേശീയ കപ്പൽ വ്യാപാരങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അന്തർദേശീയ ഏജൻസികളാണ് ആ നാമം. അങ്ങനെയാണ് AI കൊടുത്തിരിക്കുന്നത്. മറ്റത് AA, ഫിഷിംഗ് ഹാർബറിന് AA എന്ന് പറഞ്ഞാൽ അപ്രൂവ്ഡ് ബൈ നാഷണൽ ഗവൺമെൻറ് ഏജൻസി. സംസ്ഥാനവും ദേശീയ സർക്കാരുകളും മാത്രം അപ്രൂവ് ചെയ്തിരിക്കുന്നതാണ് VEZJ എന്ന് പറയുന്ന കോഡുള്ള വിഴിഞ്ഞം തുറമുഖം. ആ വിഴിഞ്ഞം, ദേവി അത് ബന്ധപ്പെട്ടവർ തിരുത്തുക,
സായിപ്പ് വഴിഞ്ഞമെന്നാണ് എഴുതിയിരിക്കുന്നത്, വിഴിഞ്ഞമെന്നല്ല, വഴിഞ്ഞം. അത് തിരുത്താനുള്ള നടപടികൾ ദയവേത് നിങ്ങൾ സ്വീകരിക്കുക. ആരാണ്? പോർട്ട് അധികൃതരാണ്. കേരള മാരിടൈം ബോർഡാണ് ഇത് ചെയ്യേണ്ടത്, വിസിൽ അല്ല. മാരിടൈം ബോർഡ് അത് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് കോർഡിനേറ്റ്സും കൊടുത്തിട്ടുണ്ട്. TRVക്ക് കൊടുത്തിരിക്കുന്ന കോർഡിനേറ്റ്സ് ഇപ്പോഴത്തെ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ആങ്കറേജ് ആണ്. ഫിഷിംഗ് ഹാർബറിന് കോർഡിനേറ്റ്സ് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇത്രയും കൃത്യമായി വേർതിരിവ് ആര് നൽകി? UN നൽകി. ഇത് നൽകാൻ പറ്റുന്നത് ആരായിരുന്നു? കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ക്യാബിനറ്റിനും ചെയ്യാമായിരുന്നു. നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ കനകസിംഹാസനത്തിൽ ഇരിക്കുന്നവർ പാട്ട് ഞാൻ ഇപ്പോഴുള്ളവരോട് പൂർത്തിയാക്കുന്നില്ല. കാരണം അവരവർ ചെയ്യേണ്ട ജോലി അവരവർ ചെയ്തില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതിന് ഇനിയും ഒരിത് പറയാം. ശ്രീ സോമനാഥൻ അദ്ദേഹം എഴുതി, പുതിയ കോഡ് കിട്ടിയപ്പോൾ പലരുമായി വഴക്കിടേണ്ടി വന്നു. കാരണം ആ പഹയന്മാരൊക്കെ പേരുമാറ്റത്തിനെതിരായിരുന്നു. ഇനി ആരെതിരായിരുന്നാലും നമ്മൾ ഇനിയും വഴക്ക് കൂടേണ്ടി വരും. വഴക്ക് കേവലം രണ്ട് സുഹൃത്തുക്കൾ തമ്മിലല്ല, അന്താരാഷ്ട്ര രാജ്യങ്ങൾ തമ്മിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ, കപ്പൽ കമ്പനികൾ തമ്മിലായിരിക്കും ഇനിയുള്ളത്. നമ്മളിപ്പോഴും ഈ വിഷയങ്ങൾ വളരെ ലാഘവത്തോടെയാണ് എടുക്കുന്നത്. അന്തർദേശീയ മേഖലയിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞു. അവർ ചിന്തിക്കുന്നത് പോലെ അതേ വേഗതയിൽ അതേ നിയമപരമായ കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ ഇനിയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നിയമം എന്താണെന്നറിയാം. ഇത് സംബന്ധിച്ച് ഈ പേരിൽ അവ്യക്തത ഉണ്ടായിരുന്നാൽ, അല്ലെങ്കിൽ രണ്ട് പേരുകൾ ഉണ്ടായിരുന്നാലുള്ള അവ്യക്തതകൾ. ഇൻ സം കേസസ് നാഷണൽ ലൊക്കേഷൻ നെയിംസ് ആർ റെപ്രസെന്റഡ് ഡിഫറently in different languages. This may lead to misunderstandings which can cause disputes in interpretation of transport and other contracts in documentary credits etc. UN-ന്റെ നിയമമാണ്, UN-ന്റെ മുന്നറിയിപ്പാണ്. പല പേരുകൾ ഉപയോഗിച്ചാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഒറ്റ പേര് സ്വീകരിച്ചില്ലെങ്കിൽ നാളെ അത്, കാരണം ഇത് VIZ എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ അവർ കൊടുത്തുകൊണ്ട് വിഴിഞ്ഞത്തോട്ട് വരുന്ന ഒരു കപ്പൽ, അത് നാളെ ഒരു വള്ളത്തിനിടിച്ചു, അതായത് പ്രതിയാവില്ല. കാരണം എന്താണ്? വിഴിഞ്ഞത്തോട്ടാണ് വരുന്നത്, ഫിഷിംഗ് ഹാർബറിലോട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നർ ടെർമിനലിൽ വന്നതല്ല. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വെട്ടിലാവും. കേരള മാരിടൈം ബോർഡിന് പൈസ കൊടുക്കേണ്ടി വരും. മാരിടൈം ബോർഡിന് പൈസ ഉണ്ടോ കൊടുക്കാൻ? ഇങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. VIZ എന്ന് പറഞ്ഞ ഇപ്പോഴും ആ സിഗ്നൽ, അല്ലെങ്കിൽ NYY എന്ന് പറഞ്ഞൊരു സിഗ്നൽ ഇട്ടുകൊണ്ടാണ് വരുന്നതെങ്കിൽ ആ കപ്പൽ ഒരു അപകടത്തിൽപ്പെട്ടാൽ ആരും ഉത്തരവാദികളില്ല. സ്റ്റേറ്റ്ലെസ് ആണ് NYY ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് ട്രിവാൻഡ്രവും തിരുവനന്തപുരവും എന്ന് പറഞ്ഞാൽ വീണ്ടും കോംപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ഏറ്റവും ലഘുവായ ഒറ്റ പേര് സ്വീകരിച്ചില്ലെങ്കിൽ ഇൻ സം കേസസ് നാഷണൽ ലൊക്കേഷൻ നെയിംസ് ആർ റെപ്രസെന്റഡ് ഡിഫറently ഇൻ ഡിഫറെന്റ് ലാംഗ്വേജസ്. അവർക്കറിയാം ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിന്റെ അനുഭവത്തിലാണ് ഒരു പേര് സ്വീകരിക്കണം എന്നവർ മുന്നറിയിപ്പ് നൽകുന്നത്. ദിസ് മേ ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വിച്ച് കൻ കോസ് ഡിസ്പ്യൂട്ട്സ് ഇൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് അതർ കോൺട്രാക്ട്സ്. കോൺട്രാക്റ്റുകൾ രേഖപ്പെടുത്തുമ്പോൾ തിരുവനന്തപുരവും ട്രിവാൻഡ്രവും ഒന്നും എഴുതാൻ പറ്റില്ല, ഒറ്റ പേരെ എഴുതാൻ പറ്റുള്ളൂ. അത് ഏത് പേരാണെന്ന് ഗവൺമെന്റ് തീരുമാനിക്കണം, നിശ്ചയിക്കണം. അത് ഏറ്റവും ലളിതമായ പേരായിരിക്കണം, എല്ലാവർക്കും നാവിൽ വഴങ്ങുന്ന പേരായിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ അന്യരാജ്യങ്ങളുമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടാൻ പോകുമ്പോൾ അവർക്ക് കൂടി ദഹിക്കുന്ന, അവരുടെ നാവിന് വഴങ്ങുന്ന പേര് സ്വീകരിക്കണം. അത് നമുക്ക് നൂറ്റാണ്ടുകളായിട്ടുള്ള പേരാണ്. ട്രിവാൻഡ്രം എന്നുള്ള പേരിൽ തന്നെ നമ്മുടെ തുറമുഖം അറിയപ്പെടണം. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്നുള്ള പേരിൽ വേണം ഈ പോർട്ട് അറിയപ്പെടുവാൻ. ഇനിയുമുണ്ട് അതിൻ്റെ. For any such differing but widely used name forms that are known to or reported to the UN Secretariat, a reference to the preferred name version may be made. UN-ന് ഇത് അറിയിക്കണം. UN-ന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, നമ്മുടെ ആദ്യത്തെ ചോയ്സ് ഏതാണെന്ന് ട്രിവാൻഡ്രം എന്നുള്ള വിവരം അറിയണം. നമുക്കിവിടെ UN സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞപ്പോൾ UN സെക്രട്ടേറിയറ്റിലെ പഴയൊരു ഉദ്യോഗസ്ഥനാണ് ഇവിടുത്തെ MP. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വല്ല ധാരണയുമുണ്ടോ? ഇവിടുത്തെ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും അറിവുണ്ടോ? അദ്ദേഹം എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ? കുരങ്ങനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണിത്. നാളെ ഈ പോർട്ട് വിവാദത്തിൽപ്പെടാതിരിക്കാനും നിയമക്കുരുക്കുകളിൽ പോയി വൻ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കാതിരിക്കാനും ഇപ്പോഴേ വളരെ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കണം, തീരുമാനങ്ങൾ എടുക്കണം, അറിയിക്കേണ്ട ബന്ധപ്പെട്ടവരെ അറിയിക്കണം.
അങ്ങനെ അറിയിക്കണമെന്ന് UN സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ പേര് ഏതാണെന്ന്, കൃത്യമായും ഏതാണ് പേര് എന്നുള്ള വിവരം അറിയിക്കണം. കോഡ് അവർ അനുവദിച്ചു. ഇപ്പോഴും തിരുവനന്തപുരം ട്രിവാൻഡ്രം എന്ന് കിടക്കുന്നത് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ന് കുറിച്ചിട്ടോളൂ. സെയിലിംഗ് കമന്ററി പറയുന്ന ഈ വിഷയം സമീപ ഭാവിയിൽ നമുക്ക് ബുദ്ധിമുട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കനകസിംഹാസനത്തിൽ ഇരിക്കുന്നവർ അവരവർ ചെയ്യേണ്ട ജോലി ചെയ്തില്ലെങ്കിൽ നാളെ സായിപ്പും ഈ തീരുമാനം അങ്ങ് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കും. അടുത്ത സ്റ്റോറിക്ക് മുമ്പ്, ചെറിയൊരു സ്റ്റോറിക്ക് മുമ്പ്, നമ്മുടെ ഒരു ക്യൂസ് പ്രോഗ്രാം ഉണ്ട് ഇപ്പോൾ ലൈവായിട്ട്. ഇടയ്ക്ക് മറന്നു പോകുന്ന എല്ലാവരും. നമ്മുടെ 100ാമത്തെ കപ്പൽ ഏകദേശം 6-7 പേരാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. 97ാമത്തെ കപ്പൽ വരെ ഈ മത്സരം തുടരും. ഇപ്പോൾ 94ാമത്തെ കപ്പൽ മാർട്ടിന മറിയ എന്ന മദർ വെസൽ ഇപ്പോൾ ഈ പ്രസന്റേഷന്റെ സമയത്ത് നമ്മുടെ വാർഫിൽ അടുത്തിട്ടുണ്ട്. 94, 97ാമത്തെ കപ്പൽ വരെ നിങ്ങൾക്ക് അറിയിക്കാം. അത് കഴിഞ്ഞാൽ മത്സരം വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കപ്പൽ പറയാനല്ലെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വളരെ താല്പര്യത്തോടെ ഗഹനമായി പഠിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇത്തരം ക്യൂസ് പ്രോഗ്രാമുകൾ. ഇനി ഒരു ഗുളികയാണ്, ക്യാപ്സ്യൂൾ. കത്തിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. INNYY കോഡ് താൽക്കാലികമായിരുന്നുവെന്ന് ഇന്നെങ്കിലും ഏലിയാസെ നിങ്ങൾ പറയേണ്ടി വന്നല്ലോ. നല്ല നമസ്കാരം മമ്മൂഞ്ഞ്. അദ്ദേഹം എന്നെയാണ് മമ്മൂഞ്ഞ് എന്ന് വിളിക്കുന്നത്. ഞാൻ തിരിച്ച് അദ്ദേഹത്തെ മമ്മൂഞ്ഞൊന്നൊന്നും വിളിക്കുന്നില്ല. അദ്ദേഹം വലിയ ആളാണ്. കാരണം സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകൻ വളരെ പ്രിയപ്പെട്ടയാളാണ്. അദ്ദേഹത്തെ കളിയാക്കാൻ പാടില്ല. അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ തന്നെ, അദ്ദേഹത്തിന് ഇങ്ങനെ ക്യാപ്സ്യൂൾ ഇറക്കുന്നതിന് മുമ്പ് നിങ്ങൾ തിരുത്താൻ വേണ്ടി താൽക്കാലികമായി നിങ്ങൾ NYY അപേക്ഷിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ ഇതാരെ പൊട്ടനാക്കാനാണ് നിങ്ങൾ പറയുന്നതെന്ന് ദയവേതൊന്ന് വ്യക്തമാക്കി തരിക. ഡെസ്പൈറ്റ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ്, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ കാര്യമാണ്. ഡെസ്പൈറ്റ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിരന്തരം ആവശ്യപ്പെടുകയാണ്. ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഡെസ്പൈറ്റ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് യുനിസി ഡിഡ് നോട്ട് ഒബ്ലൈജ് ടു ഗ്രാന്റ് INNYY. ഇതിന്റെ അപേക്ഷകർ തുടരെ ആവശ്യപ്പെടുന്നു NYY വേണമെന്ന്. ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് ഞങ്ങൾ അപേക്ഷിച്ചത്, അല്ലെങ്കിൽ താൽക്കാലികമായിരുന്നു എന്ന് പറയുന്നവർ എന്തിനാണ് നിരന്തരം നിർഭയം ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരുന്നത്? ഇതാരെ പൊട്ടനാക്കാനാണ് നിങ്ങൾ ഇങ്ങനെ കത്തെഴുതുന്നത്? അത് അടിമകളായ ചില ആളുകളുണ്ട് ഈ നാട്ടിൽ. അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്താൽ ക്യാപ്സ്യൂളുകൾ അവർ കേൾക്കും. ഇവിടെ ഡെസ്പൈറ്റ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് യുനിസി ഡിഡ് നോട്ട് ഒബ്ലൈജ് ടു ഗ്രാന്റ് INNYY, so the only option was to apply with the district code TRV. അത് മാത്രമേ ഉള്ളൂ. ആഗോള തലത്തിൽ ആ പോർട്ടിരിക്കുന്ന, എയർപോർട്ടിരിക്കുന്ന, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന എല്ലാം ഉണ്ട് ഈ കാറ്റഗറി. അതാത് ജില്ലകൾ അല്ലെങ്കിൽ നഗരങ്ങൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിക്കിപീഡിയയ്ക്ക് അത് നഗരമല്ല എന്ന് അവർക്കറിയാമായിരുന്നത് കൊണ്ടാണ് അവർ താൽക്കാലികമെന്ന് അവർ പറഞ്ഞത്. അല്ലാതെ കേരള ഗവൺമെന്റിന് അറിയാവുന്നത് കൊണ്ടല്ല എൻ്റെ സുഹൃത്തെ. ഇത് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ പോയി പറഞ്ഞ് സ്കോർ ചെയ്യാം. ഇവിടെ ആ പണി നടക്കില്ല. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.